ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വിഷുഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെക്കുറിച്ചാണ്. ഈ 3 നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെക്കുറിച്ചാണ്. ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ഉദയാൽപരം 8 വിനാഴിക സമയത്താണ് മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. വിഷു സംക്രമം ഈ സമയത്താണ്. ചതയം നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിലാണ് സംക്രമം നടക്കുന്നത്. ഈ വിഷുവുമായി ബന്ധപ്പെട്ട ഫലമാണ്, അതായത് ഈ വിഷു മുതൽ അടുത്ത മേടം മാസം വരെയുള്ള അത്രയും കാലയളവിലുള്ള നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിഷുഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. നിലവില് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മാറി കിട്ടുന്നതാണ്. അതായത് വിഷുവിന് ശേഷം ജൂൺ മാസത്തോടു കൂടി ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ വിശാഖ നക്ഷത്രക്കാർക്ക് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റുകൾ കൊടുത്തവർക്കും ഒഫീഷ്യലി ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്ക് കൊടുത്തവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വിവാധീനമുള്ള സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. എന്നാൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന ഒരു 2-3 മാസം കൂടി അങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട് നടത്തുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും അതിന് പരിഹാരമാവുന്നതാണ്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതയും വിശാഖ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സംസാര നിമിത്തമുള്ള സംസാരത്തിൽ മിതത്വഭാവം അത്യാവശ്യമാണ്. സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, ബന്ധുമിത്രാദികൾ ഇവരുടെ ഇടയിൽ പോലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരം പരമാവധി നിയന്ത്രിച്ച് ആ ഒരു മിതത്വഭാവത്തിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിശാഖ നക്ഷത്രക്കാർക്ക് പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ചിന്തിച്ചതിന് ശേഷം, നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എടുത്തു ചാടി ഒരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. അത് ധനനഷ്ടത്തിലേക്ക് നയിക്കുന്നതാണ്. അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നത് നല്ല രീതിയിൽ നിയന്ത്രിക്കുക. അതുവഴിയുള്ള ധനനഷ്ടവും വിശാഖ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയമാണ്. അതുപോലെ തന്നെ വീട് പണിയുന്നവർക്ക് അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനുള്ള സോഴ്സും വന്നു ചേരുന്നതാണ്. അതിനുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ കുടുംബത്ത് വെച്ചാരാധനയോ സർപ്പ പ്രതിഷ്ഠയോ കാര്യങ്ങളോ കാവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തക്കതായിട്ടുള്ള രാശി ചിന്ത ചെയ്തുകൊണ്ട്, പ്രശ്നം വെച്ചുകൊണ്ട് തന്നെ കബഡി പ്രശ്നത്തിലൂടെ പരിഹാരം കണ്ടെത്തി ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. ജീവിതത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും അത് നിമിത്തം നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. അപ്പൊ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോ പറയുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ
ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ പ്ലസ് ഓർ മൈനസ് ഉണ്ടാകുന്നതാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ അറിയാൻ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. കവടി പ്രശ്നത്തിലൂടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജൂലൈ മാസം തുടങ്ങുമ്പോൾ മുതൽ ദീർഘകാലമായിട്ട് വിവാഹം ആലോചിച്ചിട്ട് മുടങ്ങി നിൽക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം വന്ന് ഭവിക്കുന്നതാണ്. നല്ല പ്രപ്പോസൽസ് വരാനും കാര്യങ്ങൾ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാനും അതിനുള്ള ദൈവാധീനം വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ശ്രദ്ധ വേണ്ടിയ ഒരു സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വരാൻ പോകുന്നത്. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിനു ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക. കാരണം ധനപരമായിട്ടുള്ള നഷ്ടം, പാഴ്ചെലവുകൾ കാര്യങ്ങൾ വിശാഖ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല, സാംസ്കാരിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള നല്ല സമയമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അനിഴം നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ് പറയാൻ പോകുന്നത്. അനിഴം നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ട് തുടക്കം ചെറിയ തടസ്സം ഉണ്ടാകുമെങ്കിൽ പോലും തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി നിങ്ങളുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ വരത്തക്ക രീതിയിലുള്ള ദൈവാധീനം അനിഴം നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായി നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനും ജോബ് റിലേറ്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് അനിഴം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഒരു പരിധിവരെ മാറി നിൽക്കുന്നതാണ്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം അനിഴം നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായേ വിദ്മഹേ ശൂലഹസ്തായേ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ മന്ത്രം ചൊവ്വ വെള്ളി ദിവസം കുറഞ്ഞത് 12 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സംസാരത്തില് മിതത്വഭാവം അനിഴം നക്ഷത്രക്കാരും പാലിക്കേണ്ടതാണ്. സംസാര നിമിത്തം മാനസിക ക്ലേശങ്ങൾക്കുള്ള സാധ്യത, പ്രത്യേകിച്ച് കുടുംബത്ത് ചെറിയ തോതിലുള്ള ഐശ്വര്യക്കുറവ്, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാനും അതുപോലെ ഔദ്യോഗികപരമായി വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം ജൂലൈ മാസം വരെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് ഉള്ള തടസ്സം, അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സം ജൂലൈ മാസം വരെ കാണിക്കുന്നതാണ്. കസ്റ്റമേഴ്സ് റിലേറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകണം. വിവാഹം ആലോചിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ദീർഘകാലമായി അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന നല്ല സമയം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, എപ്പോഴും ഉണ്ടാകുന്ന തലവേദന, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കൂടുതൽ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. വാഹനം എടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയവുമാണ്. അതുപോലെ തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് ദാമ്പത്യപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ക്ലേശങ്ങൾ കാര്യങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ദൈവാധീനം ഉദിച്ചു നിൽക്കാൻ പോകുന്ന സമയം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർക്ക്
വരാൻ പോകുന്നത്. ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനം തന്നെയായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 30 വെള്ളി ദിവസം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ മലയാള മാസത്തിലെയും ആദ്യം വരുന്ന വെള്ളിയാഴ്ചയാണ് 30 വെള്ളി എന്ന് പറയുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ആയി കിട്ടുന്നതാണ്. ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാരുടെ ഫലം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോവുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ലാഭം നേടിയെടുക്കാൻ സഹായകരമാകുന്ന സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ദൈവാധീനം ഉദിച്ചു നിൽക്കാൻ പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവികത ജൂലൈ ഓഗസ്റ്റ് മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും ദൈവാധീനം ലഭിക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊമോഷൻ റിക്വസ്റ്റുകൾ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്കും അപേക്ഷ കൊടുത്തവർക്കൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. സംസാരം ആ ഒരു പൂർണ്ണ മിതത്വ ഭാവത്തിൽ തന്നെ സംസാരിക്കുക. നിങ്ങളുടെ ദൂരെയുള്ള മിത്രങ്ങൾ അതുപോലെ ബന്ധുക്കൾ ഒക്കെ ഒത്തുകൂടാനുള്ള ഭാഗ്യം, വിരുന്നുകാരായിട്ട് വീട്ടിൽ വരാനുള്ള ഭാഗ്യം, ഒത്തുചേരൽ, അതിനുള്ള ഭാഗ്യം കാര്യങ്ങളെല്ലാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാ സിന്ധു മത് കാര്യം സാധേയ പ്രഭു. ഈ മന്ത്രം ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ അസാധ്യം എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും പൂർണ്ണമായും ദൈവാധീനത്തോടുകൂടി സാധിച്ചെടുക്കാൻ സഹായകരമാകുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വളരെ നല്ല സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് പൊതുവെയുള്ള ഫലം, എല്ലാവർക്കും ഇത് 100% വരും എന്നൊരിക്കലും ഞാൻ പറയുകയില്ല. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കും. അത് പ്രത്യേകം കണ്ടറിഞ്ഞ് ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവരാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവരാണെങ്കിലും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോവുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കും കാണിക്കുന്നത്. ഇത്രയുമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലമായിരിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ മുൻപോട്ട് പോകുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തോടു കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല ഉന്നമനം നേടിയെടുക്കാൻ സഹായകരമാകുന്ന സമയമാകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ആകുന്ന നല്ല സമയം, സാമ്പത്തികപരമായിട്ടുള്ള നല്ല നേട്ടം ഉണ്ടാകുന്ന സമയം കൂടിയാകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് അങ്ങനെ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഫണ്ട് കാര്യങ്ങളിലൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ആകാനുള്ള ഭാഗ്യവും, അതുപോലെ തന്നെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് അങ്ങനെ പിണങ്ങി പോകുമോ, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കസ്റ്റമർ റിലേറ്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു നിൽക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ സോൾവ് ആയി നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള നല്ല ഫ്ലറിഷ്മെന്റ് കിട്ടുന്നതുമാണ്. ഇത്രയുമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷു സംബന്ധമായിട്ടുള്ള ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും
നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം.